അത്രമേൽ പ്രിയപ്പെട്ട മനുഷ്യരില്ലേ, മരുന്ന് പോലെയുള്ള മനുഷ്യർ. അവർ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ തനിയെ ഇല്ലാണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യരെ കിട്ടാന്ന് പറയുന്നതും ഭാഗ്യം തന്നെയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ഋതുവിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട് പോവുകയാണ്. ഹോസ്റ്റലിൽ ഉണ്ടായ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. ജ്യോതിയുടെയും ഭാവനയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് ജ്യോതിയുടെ ശ്രീയേട്ടനും ഭാവനയുടെ നിശാന്തേട്ടനെയും ഒക്കെ കൂട്ടി കോഴിക്കോട് പോണ കാര്യം. ശ്രീയേട്ടൻ നാട്ടിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. നിശാന്തേട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു മിസ്സിങ് വല്ലാണ്ടുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് പറശ്ശിനിക്കടവിലേക്കാണ്. ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലായ്പ്പോഴും അവിടെ മുത്തപ്പൻ്റെ പ്രസാദമുണ്ട്. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ല. അവിടം എല്ലായ്പ്പോഴും സമാധാനമാണ്. ചന്തയിൽ കയറി ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ എടുത്തു നോക്കുന്നുണ്ട്. എൻ്റെ നോട്ടം കണ്ടാൽ തോന്നും ഞാനിപ്പോൾ എല്ലാം വാങ്ങുമെന്ന്. പക്ഷേ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാനത് അതത് സ്ഥാനത്ത് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചിലതൊക്കെ വാങ്ങണമെന്നില്ല, കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. ഇന്നത്തെ യാത്രയുടെ പ്രധാന താരം കുഞ്ഞൂസാണ് കേട്ടോ. ആൾക്ക് ഇത്രയധികം ചന്തകളൊക്കെ കണ്ടപ്പോൾ എന്താ വാങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പല രൂപത്തിലുള്ള കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസ് ഗിറ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങണത് വരെ അത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ ഓരോ 10 മിനിറ്റ് കൂടുന്തോറും ഋതു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. ആൾക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 7 മണി 7:15 ആയപ്പോൾ ഋതുവിൻ്റെ വീട്ടിലേക്ക് എത്തി. കാര്യമായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ക്ഷീണമായിരുന്നു. വീഡിയോ എടുക്കണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിലും മൂഡ് ഉണ്ടായിരുന്നില്ല. ഭാവനയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഋതു ഒരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം മുറിച്ചു. അച്ഛനും അമ്മയും അച്ഛമ്മയും അമ്മമ്മയും ഋതുവിൻ്റെ ഏട്ടത്തിയും ഒക്കെ കൂടി എന്താ പറയുക, സ്നേഹം കൊണ്ട് പൊതിയണ മനുഷ്യരാണ്. അപ്ഡേറ്റ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയി. വേദിക പണിതേ